Hi dear students, next question number 70. See, an object is placed in a medium of refractive index 3. വാക്വത്തിലല്ല ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തത്. An electromagnetic wave of intensity is given, falls normally on the object, absorbs completely. The radiation absorbs completely absorbing surface ആണ്. The radiation pressure on the object would be. ശരിക്കും completely absorbing surface in the radiation pressure equation വരിക. Pressure is equal to I by C ആണ്. I by C. In vacuum. ഇത് completely absorbing ആവുന്ന സമയത്ത്. ഇനി റിഫ്ലക്റ്റിംഗ് ആവുന്ന സമയത്ത് നമുക്കറിയാം, റിഫ്ലക്റ്റിംഗ് ആവുന്ന സമയത്ത് റേഡിയേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു I by C ആണ് വരിക. ആ I by C I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ആണ്, C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ത്രൂ വാക്വം ആണ്. പക്ഷെ ഇവിടെ ഒരു പെർട്ടിക്കുലർ മീഡിയത്തിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇൻ എ മീഡിയം. അപ്പൊ മീഡിയത്തിലായതുകൊണ്ട് നമ്മൾ അബ്സോർബിംഗ് സർഫസ് ആയതുകൊണ്ടും I ഡിവൈഡഡ് ബൈ C അല്ല നമ്മൾ എടുക്കേണ്ടത്. C എന്ന് പറയുമ്പോൾ വാക്വത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി ആണ്. ഇവിടെ വാക്വം അല്ല, ഒരു മീഡിയത്തിലാണ്. അപ്പൊ അവിടെ മീഡിയത്തിലെ വെലോസിറ്റിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ മീഡിയത്തിലെ വെലോസിറ്റി ആണ് V. മീഡിയത്തിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ റേ ഓപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. സോ പ്രഷർ, റേഡിയേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഈസ് ഗിവൺ 6 × 10⁸ ഡിവൈഡഡ് ബൈ V അല്ലേ. വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? C ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊടുക്കാം. C വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദാറ്റ് ഇസ് 3 × 10⁸ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 3. അപ്പോൾ ഇവിടെ ഈ 3ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്ത് അവിടെ ഒരു 2 വരും. 10⁸ 10⁸ ക്യാൻസൽ ആയി, ഈ 3 മുകളിലേക്ക് പോകും. സോ റേഡിയേഷൻ പ്രഷർ ഇസ് ഈക്വൽ ടു 6 Nm/m². So that is option 3 is the right answer. Clear അല്ലേ?